ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ക്ലീനിങ് പാർട്ടിൻ്റെ ഫൈനൽ പാർട്ടായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ ക്ലീനിങ് വീഡിയോസ് ഇട്ടിട്ട് നിങ്ങളെ ഞങ്ങളുടെ ബോറടിപ്പിക്കണില്ല. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് നമ്മുടെ ക്ലീനിങ് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോളാണ് ഇന്ന് ക്ലീൻ ചെയ്യണത്. പിന്നെ അടുക്കളയും പിന്നെ അതേപോലെ നമ്മുടെ വർക്ക് ഏരിയയൊക്കെ അമ്മയും ഗ്രീഷ്മയും കൂടെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇനി നമുക്ക് ഈ ഹോളും ഉമ്മറും മാത്രമേ ബാക്കിയുള്ളൂ. ഉമ്മറത്തും പിന്നെ വലിയ രീതിക്കൊന്നും ക്ലീൻ ചെയ്യാനില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ മാത്രമേ ഇതിൽ ഇടണുള്ളൂ. നമ്മുടെ ഈ ഹോള് ക്ലീൻ ചെയ്യണ വീഡിയോ മാത്രമായിട്ടാണ് ഞാൻ ഇടണുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫോട്ടോസൊക്കെ ഇതാ തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ക്ലീനിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ക്ലീനിങ് ചെയ്യണത്. അപ്പോൾ അച്ഛനും ഉണ്ട്. പിന്നെ അതേപോലെ അച്ഛൻ അങ്ങനെ ഇല്ല, ചെറിയ രീതിക്ക് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛൻ വന്നതാണേ. പിന്നെ അമ്മ അവിടെ മാറാലൊക്കെ തട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ മാറാല തട്ടുമ്പോൾ ഞാൻ പിന്നെ ഫോട്ടോസൊക്കെ തുടയ്ക്കാൻ വിചാരിച്ചു. പിന്നെ ഷോക്കേസ് അങ്ങനെയൊക്കെ തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നാലാണ് നമ്മുടെ പണി പെട്ടെന്ന് തീരുള്ളൂ. ഞാൻ പറയാം, ക്ലീനിങ് പരിപാടി എന്ന് പറയുന്നത് എപ്പോഴും എളുപ്പമല്ല കേട്ടോ. തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കാൻ കുറച്ച് പാട് തന്നെയാണ്. നല്ലൊരു ടൈം എടുക്കും. പിന്നെ ഹാളിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ സാധനങ്ങളുള്ള കാരണം പൊടി പിടിക്കുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വരുമ്പോൾ നേരം കുറേ പിടിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ കിച്ചണിലത്തെ പണിയൊക്കെ നേരത്തെ കഴിയും. കാരണം ആദ്യക്ക് സ്കൂളുള്ള കാരണം സ്കൂളിൽ പോകുമ്പോഴത്തേനും ചോറും കറിയും ചായയും കടിയും അങ്ങനെ എല്ലാ പണിയും രാവിലെ നേരത്തെ കഴിയുമല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഈ ഒരു ക്ലീനിങ്ങിന് ഇറങ്ങി തിരിക്കാമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അമ്മയും കൂടെ എൻ്റെ കൂടെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ അതാ ഈ ഒരു പൂജാ സ്പേസ് ഉണ്ടല്ലോ, അവിടെ അമ്മ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടെയൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ദാ അച്ഛമ്മയുടെയും അച്ഛച്ചൻ്റെയും ഫോട്ടോ ഉണ്ട്. അപ്പോൾ അത് തുടയ്ക്കുന്ന ടൈമിൽ അതങ്ങോട്ട് ഞാൻ തുടയ്ക്കാം അവിടെ വെച്ചിട്ട് തന്നെ തുടയ്ക്കാൻ വെച്ചിട്ടായിരുന്നു. കാരണം അതങ്ങനെ എടുക്കാൻ കുറച്ച് പാടാണ് കേട്ടോ. എടുക്കാൻ പാടില്ല, പക്ഷെ അത് അങ്ങനെ തന്നെ ഹാങ് ചെയ്ത് വെക്കാൻ കുറച്ച് പാടാണ്. അതങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് അവിടെ അച്ഛൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതങ്ങനെ എടുക്കാറില്ല. നമ്മൾ ജസ്റ്റ് അതിന് മീതെ മാത്രമേ തുടയ്ക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് എടുത്തപ്പോഴത്തെ ഒരു അവസ്ഥയാണ്. അതിൻ്റെ ബാക്കിലൊക്കെ നല്ല രീതിക്ക് മാറാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ ഏതായാലും എടുത്തതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ അച്ഛനെ കൊണ്ട് തന്നെ ഹാങ് ചെയ്യിപ്പിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അങ്ങനെ ചെയ്തേ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ബാക്കിലുള്ള മാറാലയും അവിടുത്തെ സൈഡിലുള്ള മാറാലൊക്കെ ഞാൻ തട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇനി ക്ലീൻ ചെയ്യാൻ പോകണം നമ്മുടെ ഷോക്കേസാണ് കേട്ടോ. അപ്പോൾ ഷോക്കേസിൻ്റെ ഉള്ളിൽ നല്ല സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൊടിയുണ്ട്, പിന്നെ ഫോട്ടോസൊക്കെ തുടയ്ക്കണം. അപ്പോൾ ആ ഒരു പരിപാടിയിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട്. അമ്മയുടെ പണി അമ്മ അവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി തന്നെ ഈ ഒരു പൂജാ സ്പേസിൽ ആ ഒരു ഷെൽഫിൻ്റെ ഉള്ളിൽ ചന്ദനത്തിരി മാത്രമല്ല ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഉണ്ട്. എണ്ണയും തിരിയും അതൊക്കെ പിന്നെ അടിയിലാണ് വയ്ക്കുക. പക്ഷേ ഈ വേറെ കുറേ സാധനങ്ങൾ നമ്മൾ ഈ കുറിയൊക്കെ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിങ്ങനെ ഇലയൊക്കെ അങ്ങനെ അതിൽ തന്നെ ഇരുന്ന് ഉണങ്ങിയിട്ട് അതിൻ്റെയൊക്കെ കച്ചറയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വൃത്തിയാക്കുന്നുണ്ട്.
ഞാൻ എൻ്റെ പണിയും അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഷോക്കേസൊക്കെ ഇതാ ഓൾമോസ്റ്റ് വൃത്തിയായിട്ടുണ്ട്. ഇനി ഞാൻ ടി വിയും അതേപോലെ തന്നെ സ്പീക്കറും ഒക്കെ ഒന്ന് പൊടി തുടയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കുറച്ച് ഫോട്ടോസും കൂടി തുടയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 ചെയറൊക്കെ ഇട്ടിട്ട് അതിന് മുകളിൽ കയറി നിന്നിട്ടാണ് തുടയ്ക്കുന്നത്. കാരണം ആ ഫോട്ടോ ഫ്രെയിമൊക്കെ കുറച്ചൊരു മുകളിലായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് എത്തണമുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ ഫ്രീ അല്ലായിരുന്നു കേട്ടോ. സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെ ഹൈറ്റിൽ വരുമ്പോൾ അച്ഛനെ കൊണ്ടാണ് തുടപ്പിക്കും. അല്ലാതെ ലാഡറിൻ്റെ മുകളിലൊന്നും കയറി നിന്ന് ഞാൻ റിസ്ക് എടുക്കാറില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ കയറി നിന്നിട്ട് ഇതാ ആ ഫോട്ടോസൊക്കെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോട്ടോസ് തുടയ്ക്കലും ഷോക്കേസ് ക്ലീൻ ചെയ്യലും കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഫാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലായ്പ്പോഴും പറയണ പോലെ തന്നെ ഈ ഒരു മാറാലച്ചോൽ ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മളിതാ ഒരു തുണി നനച്ച് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അച്ഛൻ അതുവഴി വന്നപ്പോൾ പിന്നെ അച്ഛനെ കൊണ്ട് തന്നെ അച്ഛമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോസൊക്കെ അപ്പം തന്നെ കൈയോടെ അങ്ങോട്ട് വെപ്പിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അത് അവിടെ അങ്ങനെ ഇരുന്നിട്ട് എവിടെയെങ്കിലും വീണ് പൊട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് കൈയോട് കൂടിയിട്ട് തന്നെ നമ്മൾ വെപ്പിച്ചിട്ടുണ്ട്. പിന്നെ അടുക്കളയൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഗ്രീഷ്മ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശമൊക്കെ. അപ്പോൾ പിന്നെ ആ ഒരു പണി നമുക്കില്ല. പിന്നെ ഞാനിത് വിൻഡോ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ വിൻഡോ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ഒരു ചെയറും കൂടിയും ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഫൈനലി നമ്മുടെ ഡോറും കൂടിയും തുടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡോറും കൂടി തുടയ്ക്കൽ കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് ഏതാണ്ടായിട്ടുണ്ട്. ഇനി നമുക്ക് അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോളും കൂടിയും ക്ലീൻ ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ടൈം എടുത്തിട്ടുള്ളത് ഈ ഒരു സ്പേസ് ക്ലീൻ ചെയ്യാൻ തന്നെയായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ ആദ്യമൊക്കെ സ്കൂളിൽ വിട്ട് വന്നതിൻ്റെ ശേഷം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഈ പണി തുടങ്ങിയിട്ട്. എന്നിട്ട് ഞങ്ങളുടെ കഴിയുമ്പോഴത്തേനും 2 മണി 2:30ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞപ്പോഴത്തേനും 2:30 അല്ല ഏകദേശം 3 മണി ആയിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞപ്പോൾ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അമ്മയുടെ ക്ലീൻ ചെയ്യലും കഴിഞ്ഞപ്പോൾ അമ്മ അത് അടിച്ചു വരാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അടിച്ചു വരാൻ നിന്നപ്പോൾ ഞാൻ പിന്നെ തുടയ്ക്കാൻ വേണ്ടി മോപ്പെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ കൈയോട് കൂടിയിട്ട് ഞാൻ അമ്മയുടെ അടിച്ചു വരൽ കഴിഞ്ഞപ്പോൾ തുടയ്ക്കും കൂടി ചെയ്യുന്നുണ്ട്.
അങ്ങനെ നമ്മുടെ ക്ലീനിങ് വീഡിയോ ഇന്നത്തോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം ഞാൻ ഇട്ട വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.